അങ്ങനെ പറയുക ചേർച്ചില്ല ഇതിലേക്ക് ആവില്ല പറയാൻ പോവാം അടുത്ത കളിയാണ്
ആരും കൈ നോക്കാറില്ല. അവിടെ വിളിക്കണ്ട്. പുഴ കിടക്കാൻ പോണ പോലെ എവിടെ നോക്കിട്ടാ പറയണേ എന്താ നിങ്ങളുടെ വർത്തമാനം? നിങ്ങൾ എവിടത്തെയാണ്? എന്താണ് ചോദിക്കുക? നല്ലോണം നോക്കിട്ട് പറയും. ആരാണ്? കളപ്പട്ടി വേല പറയുന്ന ആള് വ്യക്തി ഞാൻ തന്നെയാണ്. ചെറുപ്പത്തിൽ കണ്ടതാണ്. ഇപ്പൊ ചക്കൻ്റെയൊക്കെ വളർന്നതാണ്. നിങ്ങളെ കണ്ട് മനസ്സിലായോ? നിങ്ങളുടെ രാജ്യം എവിടെ? നിങ്ങളുടെ നാടെവിടെ? ആരാണെന്ന് പിടികിട്ടിയില്ല. എന്നെ കണ്ട് മനസ്സിലായില്ല. മനസ്സിലായില്ല. ഓ കോരിക്കോരി അങ്ങനെ ഒഴിക്കൂട്. നിങ്ങളാണ് ആ വള്ളേ. പിന്നെ എന്നെ കെട്ടിയത് വള്ളന്നെ. അതല്ല, കോരിച്ചോപ്പന് കെട്ടിയവളാണ്. എന്താ നിങ്ങളുടെ പേര്? കൊഞ്ചിത്തായി. എന്താ വലിയതായിട്ട് പറ്റും തോളവെന്താണ് ഇതല്ലേ എന്റെ കുഞ്ചിമുത്തി. അന്നാ എന്റെ മുത്തിയമ്മ ഒക്കെ നടന്നു നിൽക്കടാ. രാവിലെ വെക്കാത്ത പിള്ളേർ വന്ന് പറയും, അമ്മ എന്റെ കുഞ്ചിമുത്തി, എന്റെ കുഞ്ചിമുത്തി ഭർത്താന്റെ മുത്തോപ്പിടിച്ചതിന്റെ വണ്ടി. നിങ്ങളുടെ വണ്ടിയപ്പോ രാവിലെ 6 മണിക്ക്. 6 മണിക്കല്ലേ? ഒരു 4 മണിക്ക് അടിക്കും. എന്നിട്ടാ ബുദ്ധിമുട്ടി ആകുമ്പോഴേക്ക് 6 മണിയാകും. അത് പാട പോലെയാ. 6 മണിക്ക് എന്താണ് എന്താണ് ബുദ്ധിമുട്ടി പറഞ്ഞത്? അല്ല അല്ല, ഞാൻ ചോദിക്കാൻ വരെ എന്തറിയോ? നിങ്ങളുടെ ആ കോരിച്ചോപ്പൻ ഇപ്പോഴും ഉണ്ടോ ചോദിക്കണം. നിങ്ങളുടെ കട്ടിയവൻ എനിക്ക് ഈ വീതി ആയില്ലേ. കുറച്ച് വെച്ചിടാ മുതലേ. എല്ലാവർക്കും തികഞ്ഞില്ലേ? എന്നെ ഒക്കിലിരുത്തിടാ. നിങ്ങൾ ആ നോക്കിക്കൊണ്ടിരുത്തി പറയും. 10 വെച്ച കുടി തന്നില്ലെങ്കിലും പണം കായ്ക്കണം മറന്നേ. മഴയത്ത് കാണാൻ കുറച്ച് ആൾക്കാർ അതിനൊന്നും കൊടുത്തത്
ചോദിക്കുക. അല്ല ഞാൻ മരിപ്പിന് വന്നിട്ട് നിങ്ങളെ അവിടെ കണ്ടില്ല. അങ്ങോട്ടൊന്നും നിന്റെ വേല മകനെ എന്താണ് ഞാൻ തലക്കം കാട്ടും വെല്ലും കുറച്ച് കടിച്ചേടാ അതെ ഞാൻ മരിപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ടായപ്പോ ഞാൻ കൂടുതൽ നിന്നില്ല. ഞാൻ എന്ത് ചെയ്തറിയും? എന്ത് ചെയ്താ? ഞാൻ മരിപ്പെടുത്തത് ഞാൻ നടന്നു. ഞാൻ 2 ദിവസം ഉണ്ടാവും. മരുപ്പ് കാലം നല്ല കടുത്ത് വടക്കും എന്താണ് മരുപ്പടുത്തത് നടക്കും. അല്ല ഞാൻ പുറക്കന്റെ കുട്ടി ശവം മാറ്റി വെക്കണം. അങ്ങനെയല്ല. മരിപ്പെടുത്ത് പടി കടന്നു ഞാൻ അങ്ങോട്ട് നടന്നു പറയാം. അതെ പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ മകളുണ്ടായിരുന്നില്ലേ? എന്റെ മകൻ കണ്ടിട്ടില്ലേ ഞാൻ? പിന്നെ ഞാൻ കണ്ടില്ല. അന്ന് കാണുമ്പോ ഞാൻ വളരെ പൊടിയായിരുന്നു. അങ്ങനെ നീ വന്നപ്പോ ഞാൻ ആദ്യം കേട്ടി തന്നത് ചെറുപ്പമായിരുന്നു. ആ കുട്ടി ഇപ്പൊ പഠിക്കലാണ്. പഠിക്കല്ലേ ഉള്ളി വേണം തുടങ്ങിയത് ഇല്ലാതെ അവളെ കെട്ടിക്കൊടുത്തല്ലോ. കെട്ടിക്കൊടുത്ത ഓ അപ്പൊ ഭർത്താവ് മരിക്കുകയും ചെയ്തു, മകളുടെ കെട്ടിയും കൊടുത്തു. കെട്ടിയും കൊടുത്തു. ദേശം തറയും ഞങ്ങൾ നടക്കുന്നുണ്ടോ? അയ്യപ്പ ലേറ്റൊന്നും അറിയാലോ, പെട്ടെന്ന് അറിയാ സ്കൂളിൽ പഠിക്കാൻ. കെട്ടിക്കുമ്പോ അതല്ലേ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടി ഇങ്ങനെ നടന്നതല്ലേ ദേശം തറയും? എന്താ അയാളൊപ്പം തലയിൽ കൂടുന്നൊക്കെ ഞാൻ താരെ കൊടുക്കണ്ടായതാണ്. അതല്ല ആ ദേശം തറയും നടക്കണ്ടോ? അയാളൊക്കെ 100 കുടിയുള്ള ആൾക്കാരല്ലേ? ഞാനുണ്ടല്ലോ അന്നത്തെ 100 കൂടിയാണ് കാര്യല്ല. 100 കൂടി വീടുകളല്ലേ? ആ അതാണ് പറയുന്നത്. പതൊക്കെ നിർത്തിയല്ലേ അപ്പൻ്റെ തോടെ പരിപാടി നിർത്തി. ദേശം തറയില്ല. ഒഴിവാക്കിയോ? ഒഴിവാക്കിയോ? ചെലവിനെന്ത് കണ്ടു? അവര് അപ്പൻ്റെ അത്ര 16 കൊണ്ട് പഞ്ചായത്ത് നമ്പർ വരുന്നടാ. നമ്പർ പറഞ്ഞല്ല എഴുതിക്കാട്ടി. ആ കുട്ടി പറഞ്ഞോട് കേട്ടറിയാം. അപ്പൻ തത്ത പറഞ്ഞു വേദാനാകണ്ട. ആ എഴുതി കൊടുത്ത കാശ് കിട്ടുമ്പോ പോയോ? പഞ്ചായത്തിൽ പോയോ? എന്ത് കാട്ടി? എന്താ സങ്കടം? ഞാൻ ഇതുവരെ അപ്പന്റെ പേര് പറഞ്ഞിട്ടില്ലടാ. നിങ്ങളെ മാത്രമല്ല പഴയ തള്ളമാരൊക്കെ അങ്ങനെ തന്നെ. പഴയ തള്ളമാരൊക്കെ അങ്ങനെ ഭർത്താക്കന്മാരുടെ പേര് പറയില്ല. നിങ്ങളുടെ ആൾക്കാരല്ലേ മറ്റേ ഉണ്ണിയാട്ട പഴയ ആൾക്കാര് നോക്കി ഗണിക്കണ്ട. ഞാൻ വിളിച്ചല്ലോ കാവിനെ. കാവിനെ തലേദിവസം ഞാൻ വിളിച്ചല്ലോ. വെള്ളം കൊടുക്കാൻ ഞാൻ വിളിച്ചു. വെള്ളം കൊടുക്കും. ആ അപ്പഴാ വിളിക്കുന്നത്. നോക്കിത് കാണുന്നുണ്ടോ കളിക്കുന്നത്? പാല് നോക്കുള്ള അങ്ങനെയാണ് പറയുന്നത്. പിന്നെ പഞ്ചായത്തിൽ പോയി എഴുതി കൊടുത്തോ? കൊടുത്തു. പോയ ഉടനെ നമ്മളെ പതിനേട്ടാ അവിടെ നല്ല പടുപ്പുള്ള അല്ല നിങ്ങളെ പോലെ വെളിവ് കേട്ടത്. അവിടെ എഴുതി കൊടുക്കാൻ പോയി. അവരെന്ത് പറഞ്ഞു? നിങ്ങളുടെ പേരെന്താ കേട്ടു. ഞാൻ കാര്യം പറഞ്ഞു. സത്യം പറയണം. കാശ് വേറെ പോകും. ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് കുഞ്ചി. അവര് വെള്ള പേപ്പറിൽ എഴുതി കേട്ടാ. നിങ്ങളുടെ വെള്ളപ്പാട്ടിന് വെള്ള പേപ്പറിൽ എഴുതിയത്. നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താ? കണ്ടു. വലിയ ഫോമിൽ എഴുതിയാടാ. കുഞ്ചി കണ്ടു. അങ്ങനെയല്ല. കുഞ്ചി വൈകുന്നേരത്ത് കണ്ടതാ. കാശ് വരുന്നുണ്ട്. നിങ്ങളുടെ മകളിനെ എവിടെ കെട്ടിക്കൊടുത്തു? വെണ്ണപ്പാടത്ത് നാഗോ പറയില്ലേ? എന്തിനാ അവിടെ പോയി ആവുക പറയുന്നത്? വൈകുന്നേരം കളിച്ചത് ചെക്കന്റെ പേര് നാഗോ. ആ തെമ്മാടിക്ക് നിങ്ങളുടെ മകളെ കൊടുത്തിരിക്കണേ. എന്റെ മകനറിയോ? അറിയാമോ? മഹാമോശമാണ് സ്വഭാവം. കഴിച്ചു കഴിഞ്ഞാൽ ചെക്കൻ മഹാമോശമാണ്. ആ പെൺകുട്ടിനെ അടിക്കാനെ കുത്തുവരെ തല്ലിയാലും തന്നെ കുത്തി അങ്ങനെ വളർത്തുന്നു. വെണ്ണപ്പാടത്ത് കുത്തി അങ്ങനെ ഓളമത്ത് അത് പണ്ട് കാര്യമില്ല. അവന്റെ വീട്ടിനെ ആദ്യം പോകുന്നവർക്ക് പോണ സമയത്ത് അങ്ങനെ കേട്ടത്. അതെ നിന്റെ മകളുടെ വിളിയാണാ.
എന്റെ മകളെ എന്താണ് മക്കളെ കണ്ട കണ്ണു പാഴാക്കാൻ എന്താ വരുന്ന പേര് വിശേഷം കേൾക്കണേ അമ്മയെ നാത്ത് മൊത്തം പേര് പറ്റി വന്നാണ് ആരാ കുത്തിയത്? ആരെ കുറ്റീനെ കുറ്റല്ലേ ഒക്കെ പഴിയുള്ളവരായിരിക്കും എന്താണ് വിഷയം? ഞാൻ നേരെ നോക്കട്ടെ എന്റെ അമ്മനെ. ചെറുതേ, ഓ. ഞാനിപ്പോഴല്ലേ അമ്മനെ നോക്കി. എന്താ കാര്യം? എന്റെ അമ്മ നോക്ക് പൊടുക്കനും വെള്ളം. എന്റെ മാമു എന്റെ വയറ്റിലല്ലേ ഇത് കാച്ചത്? എന്റെ പറ്റി കാച്ചലല്ല കാത്തുകാരൻ നന്നായി പറയും. അതെ, അമ്മ ഇറച്ചി വെച്ചു. അമ്മ അപ്പഴേ ഇറക്കി. ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നിക്ക് പറഞ്ഞു ഞാൻ ഒലപ്പക്കോട് കൊണ്ടുപോയി ഒലവക്കോടാ? ആ. അതെന്താ അവിടെ ആവുമ്പോ ചേരുമാനം വേണ്ട ഞാനേ കേട്ടാ പോണു ബാക്കി അവിടെ കൊണ്ട് ഒന്നും വേണ്ടാന്ന് ഒന്നും വേണ്ട. വെറും ഉറച്ചി. ഇറച്ചി. ആ ഓ. ഉച്ചക്ക് ഒരു 4 മണി കഴിക്കുക ഉച്ചക്ക് 4 മണിക്ക് കഴിക്കുക. ഉച്ചക്ക് 4 മണി കൊണ്ട് എടുത്ത് കഴിക്കാൻ കഴിച്ചിട്ട് 5 മണിയാകുമ്പോ വെള്ളം വെച്ചൊരു കുളി കരിമുള് പഴുത്തുന്നോ അതല്ലമ്മാ, നിങ്ങളെ ചങ്ങനയൊക്കെ എടുത്തിരിക്കുന്നതാ. അതെ 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 അമ്മനെ ഈയിടെയായിട്ട് ഈ ചങ്ങല കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം പ്രാർത്ഥനയായി കട്ടില്ല അതല്ലമ്മാ, ഒന്ന് കഴിച്ചിട്ടുണ്ട് ഇവിടെ അമ്മ ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നില്ലേ? ആ വീട്ടിൽ വന്ന സമയത്ത് തരടായിരുന്നില്ലേ? തരടായിരുന്നില്ലേ? ഭാവി വന്നു തിന്നു പോയെന്നല്ലോ അവിടേക്ക് കണ്ടെത്തും അതല്ലമ്മാ, പെൻഷൻ വീട്ടിൽപ്പെടുത്താണ്. പെൻഷൻ കൊണ്ടെടുത്തല്ല ഇവിടെ വന്ന ടെൻഷൻ കൊണ്ടെടുത്തത് അതല്ലമ്മാ, പെൻഷൻ വീട്ടിൽപ്പെടുത്താണ്. ഞാൻ വീട്ടിൽ വന്നപ്പോ തരടായിരുന്നില്ലേ? നിങ്ങൾ തപ്പി വേണം ചങ്ങനെ എടുത്തിരിക്കണം. അപ്പൊ വേറൊന്നുമല്ല അന്ന് ഞാൻ തങ്ങൽ എടുത്തില്ലേ മാവിന്റെ കണ്ണ് അവിടേക്കാ പോകുന്നത്. ഞാൻ തങ്ങൽ എടുത്തു ഓ അങ്ങനെ നോക്ക് എന്താ എന്താ കാണിക്കണേ? അതിന്റെ കളറാണ്. കളർ പോണ്ട. എന്താണ് തെറ്റിച്ചോണ്ട് രാമേന്ദ്രനെ? കളർ പോണ്ട. അതല്ലമ്മാ, നിങ്ങളിത് എടുത്തില്ലേ? ആ തരണം ചെയ്തപ്പോ ഈ ചങ്ങല എടുത്തില്ലേ ചരട് വെറുതെ കളയാൻ തോന്നില്ല അമ്മക്ക് എന്ത് ചെയ്ത്? അതിനെ അയച്ച അരി കെട്ടി കൂടുണ്ടായിരുന്നില്ലേ? അത് കെട്ടി വെച്ചാൽ ഒറ്റ അതല്ലമ്മാ, കൊണ്ടു വഴിയില്ല പാവടെ അതല്ലമ്മാ, ചങ്ങല എടുത്തില്ലേ? നല്ല തൂക്കുണ്ടിട്ട് നല്ല പൊstiയുണ്ട്, നല്ല കനമുണ്ട്, നല്ല തൂക്കുണ്ട്. ഈ കാര്യം ചെയ് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് വാ നിക്ക് ഞാൻ നിർത്തി തരാണ് ഏത് ഇരുമ്പുകാരി പണി കൊടുത്താലും ശരി നിന്നെ രക്ഷപ്പെടുത്താം ഇപ്പൊ കടയില്ല. അതല്ലമ്മാ, നിങ്ങൾക്ക് ഞാനൊരു മകളിലുള്ളൂ. ഉണ്ടാക്കാൻ താണ്ടി അപ്പൻ്റെ അപ്പൻ്റെ ഇതിപ്പോ എങ്ങനെയാണ്? അതല്ലമ്മാ, നിങ്ങൾക്ക് ഞാനൊരു മകളിലുള്ളൂ. നിങ്ങളൊരു വിളിയില്ല, ഒരു അന്വേഷണവുമില്ല. നിങ്ങളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടണമില്ല. ആ ഫോൺ നിങ്ങൾ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. വെച്ചിട്ടല്ലേ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അതല്ലമ്മാ, ഞാൻ വിളിച്ചത് കിട്ടുന്നില്ലല്ലോ. ഞാൻ വിളിക്കുമ്പോ എന്താ പറഞ്ഞറിയോ? അമ്മ പരുവന്റെ പുറത്താണ് പറയുന്നത്. അമ്മ പട്ട വെട്ടാൻ പോയതാ ഞാൻ വിളിച്ചപ്പോ കട്ടി കട്ടിയെ വിളിക്കാൻ പറഞ്ഞു അതെ എനിക്ക് ചെറിയ മുടി ഇട്ടില്ല അതാ കട്ടിയേക്ക് വിളിക്കാൻ പറഞ്ഞു അയ്യേ, അതല്ലമ്മാ, ഇനിയിപ്പോ അമ്മ പുഴയിൽ അലക്കാൻ പോവല്ലേ? ഈ പുഴയിൽ അലക്കാൻ പോയ സമയത്ത് ഫോണ് മാത്രം വെള്ളത്തിൽപ്പെട്ടമ്മ. ഇന്ന് വളർത്തിപ്പെടും പെടും 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 പെടും. എല്ലാ രണ്ട് രണ്ട് സാധനം വരെ 20 ആൾ വിട്ടു ആന അയ്യേ, അതല്ലമ്മാ, അപ്പൊ നിങ്ങളെ ഫോണിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിന്റെ അപ്പൻ ചേച്ചി വെച്ച പണി എന്ത് ചെയ്തു? സകല ആൾക്കാർക്ക് നമ്പർ കൊടുത്തു ഓ നമ്പർ മരിക്കണേന് മുന്നേ കൊടുത്തിട്ട് ആരാ? എനിക്ക് കിടക്കപ്പുറമില്ലാന്ന് കൂട്ടക്കടിയില്ല. കൂട്ടുകാരി ഉണ്ടെങ്കിൽ മാറ്റിട്ട് കിടക്കാനോ അതൊന്നും അല്ലാന്ന് കിടക്കപ്പുറമില്ല പറഞ്ഞ് പാടുന്നല്ല പിള്ളേർ 11 മണിക്ക് വഴി കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ തുടങ്ങി അമ്മേ
ഞാൻ രാവിലെ 5 മണിക്ക് വണ്ടി കയറി പഠിക്ക് പോവേ വണ്ടി കയറി പപ്പടം പൊട്ടിപ്പോയി പൊട്ടു. അപ്പോഴത്തെ നിങ്ങൾ ഒന്ന് ഉച്ചയ്ക്ക് വെക്കുമ്പോ നമ്പറിന് കടക്കപ്പുറങ്ങില്ലാണ്ട് അപ്പൊ അമ്മ എന്ത് ചെയ്തേ? എന്ത് ചെയ്തമ്മാ ആ 2 മണിയോടെ കൂടി അമ്മ ആ സിമ്മി അങ്ങോട്ട് കൂടി അമ്മ സിമ്മൂര് വെച്ചില്ലേ അപ്പൊ അതിന് നമ്പറക്കാട് എന്ത് ചെയ്തു നമ്മാറക്കാരനെ വിശ്വസിച്ചാൽ പെട്ടെന്ന് തോന്നില്ല. എന്താ പറഞ്ഞ 4 കൊല്ലം മുമ്പ് വരെ 4 ആള് വന്നു കാണാനില്ല. ഒന്ന് വരാൻ തുടങ്ങി വരാണ്ട് പോയി. അതല്ലമ്മാ നിങ്ങളെ നമ്പറക്കാട് അവിടെ വെച്ച് വെക്കണം. അതല്ല നിങ്ങളെ നല്ലതാണ് വെച്ചാൽ കൊടുത്തത് 4 വളം നിർത്തി തോടെ ഒഴിച്ചത്. അതല്ല നിങ്ങൾ നല്ല കൂടിയെ പാടാണ് വെച്ചിൽ കൊടുത്തത്. എനിക്കിപ്പോ അവിടെ ഇരിക്കുന്നവരുണ്ടാ എന്താ ചോറ് കൊടുപ്പെടുന്നു പോണ തൊമ്പിന് വീട് അമ്മ അവിടെ ഇരുന്ന് കഴിക്കാൻ തരൂലാണ്. 4 പ്രാവശ്യം കൂടിയതാണ് എന്റെ വൈദ്യം അമ്മ 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 ഇതാ ആ വണ്ടിൽ ജോഡി നിൽക്കി. ഇരുന്ന് കഴിക്കണ്ട പുറത്ത് കൂടെ നടത്ത് കഴിക്കും. അമ്മ അതല്ലമ്മ ഇരുന്ന് കഴിക്കാൻ തരൂല അവര് വേറൊന്നുമല്ല അയാൾ ഈ ഇടയായിട്ട് ചെയ്യണതേ രണ്ടാമത്തെ ചെറുത് ആ ചെക്കന് വഴിമാറും. വഴി പറഞ്ഞല്ല അയാൾ ഈ ഇടയായിട്ട് ചെയ്യുന്നത് രൂപ അവര് വേറൊന്നുമല്ല രാവിലെ പഠിക്ക് പോലെ വൈകുന്നേരം വരുമ്പോ കുപ്പിയും കൊണ്ട് വരിക. പഞ്ചായത്ത് പേര് പണിയെടുത്ത് തൊഴിലാളികൾ പോയി. പിന്നെ കുപ്പി തകനം പാട്ട പേപ്പർ അമ്മ അതല്ലമ്മ അയാൾ കുപ്പി കൊണ്ട് വന്നാലോ അത് കഴിച്ചുകൊണ്ട് മുണ്ടാടി ചോറിനും കൂടി കിടന്നാ പാടില്ല. അത് കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ കുത്ത് തന്നെ തവണ ഈ തള്ളി മകളി കൂടി ആ പാർത്തോടേക്ക് പന്നി എന്താ ഒരു തൊണ്ടയിനെ കാതങ്ങനെ അടക്കിയാണ്. ഈ കഥ അടയ്ക്കാ ഇതിൽ വെച്ചുകൊണ്ടില്ലേ ചെറിയ തന്തില്ലേ ഞാനമ്മ പഴക്കം കൊടുക്കുന്നു. മകളെ കെട്ടി തൂക്കിട്ട് അതല്ലമ്മ ദിവസം വന്ന് ഓർത്തിരിക്കണം. ഇത് ഞാൻ അങ്ങനെ പോണില്ല. കാറ് 100 ഇല്ലല്ലോ മരുന്ന് പേരിന്റെ പോലെ ഒന്നുള്ളൂ. ഒരു 6 മാസത്തേക്ക് നമ്മുടെ വീട്ടിൽ വന്നേ ഞാൻ വേണമെങ്കിൽ 3 കൊല്ലം വേണമെങ്കിൽ വീട്ടിൽ വന്നിരിക്കാം. ആര് വാങ്ങും? കല്യാണം കഴിഞ്ഞാൽ 3-ാം മാസം വന്ന് പേരും പഠിച്ചു പോയി. അമ്മേ ഏട്ടം വെക്കാൻ പറഞ്ഞു. പേര് പേരും പഠിച്ചു പോയി. അല്ല ഇങ്ങനെ 4 ഇങ്ങനെ കളത്തില്ല അപ്പൊ സ്പെഷ്യൽ കിട്ടുന്നില്ലേ? 4 പോലും വായില്ല. അയ്യേ അതല്ലമ്മ ഞാനൊരു 6 മാസത്തെ കാര്യത്തിന് വീട്ടിൽ വന്നിരിക്കാം. ഞാനൊരു 6 മാസം അവരുടെ കൂടെ പോയിരിക്കട്ടെ. എന്നിട്ടോ അപ്പൊ എന്നെ കുത്തോ പഠിക്കോന്ന് അറിയാം. അപ്പൊ ഞാനിതേ ഉണ്ടല്ലോ അവർക്ക് കണ്ടാൽ മരുമകനെ വിളിച്ചിട്ട് എന്നാ മണിമണ്ണ് വിളിയടാ.
പോയിട്ട് ചെക്കനെ കണ്ടില്ല അതാണ് കുളിമുടി പോയത്. അവിടെയുണ്ട് ഒപ്പം ആ തരാന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് തരാതിരുന്നാലോ അച്ചു അമ്മന്റെ മനസ്സ് മാറുന്നു. അമ്മ അമ്മ എവിടെ പോയമ്മ? അമ്മ വിളിച്ച വരാതിരിക്കോ? എന്താ വർത്തമാനം, എന്താ വിശേഷം? എന്റെ മാമനാ പിന്നെ വരാതിരിക്കോ? എന്റെ ഇഷ്ടമുള്ള ഒരു കാര്യം ഇവിടെ നിൽക്കി ഇരുട്ടിലേക്കാ വിളിക്കുന്നത്. എന്റെ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരെ കണ്ടുപിടിക്കില്ല. ഇരുട്ടിലേക്ക് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ നിന്ന് പറയമ്മ, ആൾക്കാർ കാണട്ടെ കേൾക്കട്ടെ. ഞാൻ ആരോടെ കൊടുക്കണേ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് പറയില്ല, ആൾക്കാർ അറിയട്ടെ കേൾട്ടെ. രണ്ടും കേട്ടോ കൂമ ൂപ്പന്മാർ എനിക്ക് മസ്തി കണ്ടാലോടെ മകനെ വായിലൊതുങ്ങിയ വർത്തമാനം നിന്നെ മരുമനെ പോലെ ഞാൻ കേൾക്കുന്നത് നിങ്ങൾ എങ്ങനെ ഞാൻ എന്റെ സ്വന്തം കേട്ടോ സ്വന്തം കെട്ടിയവനാ മകനെ പോലെ പറയും. എന്ത് സ്വന്തം കെട്ടിയവൻ? അല്ല നിന്നെ ഞാൻ ഒപ്പന കെട്ടണമെന്നുള്ള ഓ അതാണ് കാര്യം. തരുന്ന സമയത്ത് അന്നവൾ വളരെ പൊടിയായിരുന്നു. ഞാൻ മൂക്കി കേട്ടിട്ട് പോയി മൂക്ക് പൊടിയല്ല, കുട്ടിച്ചെറുപ്പമായിരുന്നു. ചെറുപ്പത്തിലേ അതിനിപ്പോ എന്താണ്? പന്ത്രണ്ട് പേര് കെട്ടിക്കൊണ്ടാണ് എന്താണ് ഓർമ്മയുണ്ട എന്താണ്? ഓർമ്മയുണ്ടാണ് എന്താ ഓർമ്മയില്ലാതെ?